തക്കാളി വെണ്ടക്കായും മീൻ കറി വെച്ചാലോ? അപ്പോൾ നമുക്ക് തക്കാളി വെണ്ടക്കായ 4 വെണ്ടക്കായ 2 തക്കാളി പച്ചമുളക് ഇഞ്ചി സവാള കുഞ്ഞി സവാള കാരണം ഒരു സവാള മതി വലുതാണ്. അതൊക്കെ ഇട്ടിട്ട് നമുക്ക് നന്നാക്കി ഇതിനെ വാട്ടിയെടുക്കണം. നമ്മളെല്ലാം അരിഞ്ഞ് വാട്ടാനിട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലോണം പതുക്കനെ സിമ്മിലിട്ടിട്ട് വാട്ടിയെടുക്കണം. നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാണ്ട് എന്നിട്ട് പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് വാടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലൊരു കയ്യിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. കയ്യിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഒന്നും കൂടി തന്നെ വാട്ടിയെടുക്കാം. അതെ ഇത് ഒരുവിധം അങ്ങോട്ട് വാടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതിൽ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി 1.5 സ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വാടി വയ്ക്കാം കേട്ടോ. അപ്പോൾ അതേ ഒരുവിധം അങ്ങോട്ട് മൂത്തിട്ടുണ്ട്. നല്ലോണം ഇറച്ചിക്കാവണ പോലെ ആവണ്ട കേട്ടോ. നമുക്കൊന്ന് വെറുതെ ഒന്ന് വാട്ടിയെടുത്താൽ മതി. പിന്നെ അതേ നമുക്ക് ആ തക്കാളിയിലിടാം. തക്കാളിയിലിട്ടിട്ട് അതിനും ഒന്ന് ഇളക്കി ഒന്ന് കുറച്ച് നേരം അങ്ങനെ ഇതാക്കി വെക്കും. അപ്പോൾ ആ തക്കാളിയിലിരുന്നൊന്ന് വെന്തുടങ്ങി. അപ്പോൾ നമുക്ക് ഒരു മുറി തേങ്ങ വേണം. അത് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. അതേ തക്കാളി ഇതിൽ കിടന്ന് വാടി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നേരം നമുക്ക് എന്നിട്ട് തേങ്ങ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് അരച്ചത് ഇട്ട് കഴിഞ്ഞിട്ട് അരപ്പിനെ ഒന്ന് കുറച്ച് നേരം ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഇതിന് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് പിന്നെ വെള്ളം ഒഴിച്ചാൽ മതി. കുറച്ച് നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇതിൽ കിടന്ന് നമ്മൾ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. അധികം ലൂസും വേണ്ട, അധികം കട്ടയും വേണ്ട കേട്ടോ. കേട്ടോ ഇത്രയും വെള്ളമുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വേവണ്ടേ? കുറച്ച് നേരം ഒന്ന് തിളയ്ക്കണം. തിളച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വെണ്ടക്കായും തക്കാളിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ടാവും. പിന്നെ ഇതിലൊരു ചെറിയൊരു കഷ്ണം കുടപ്പുളി ഇടാം കേട്ടോ. അപ്പോഴാണ് അതിന് ഇത്തിരി കൂടി ടേസ്റ്റ് കിട്ടുക. അതെ ഒരു ചെറിയ കഷ്ണം കുടപ്പുളി. അപ്പോൾ അതും കൂടി ഇട്ട് തിളക്കട്ടെ. ഇനി നമുക്ക് തീ കൂട്ടി കൊടുക്കാം. ഇനി തിളച്ച് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് തിളച്ച് കഴിഞ്ഞ് ഒരു 2-3 തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് നിർത്താം. എന്നിട്ട് പിന്നെ നമുക്ക് ഇതിൽ ഉള്ളി കാച്ചണം. അപ്പോൾ അതേ നമ്മുടെ കറി തിളച്ച് ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ 2 വേപ്പിലിട്ട് കൊടുക്കുക. എന്നിട്ട് ഇനി നമുക്ക് ഒരു പുളിയൊക്കെ ഇട്ട് കണ്ട കുറുകിയിട്ടുണ്ട്. ഇതായി കഴിയുമ്പോൾ ഇനി നമുക്ക് ഇതിനെ ഇറക്കാം. എന്നിട്ട് നമുക്ക് ഉള്ളി കാച്ചണം. അതേ നമ്മൾ ഉള്ളി കളിക്കണം വറ്റിയായിട്ട്. അപ്പോൾ ഇത് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഒരു തുണ്ട് മുളക് പൊടി ഇടാം. കറിക്ക് ഒരു ഭംഗിയും കിട്ടും. എരിവ് പോരങ്ങി എരിവില്ലെങ്കിലും നമുക്കൊരു തുണ്ട് ഇടാം കേട്ടോ. അല്ല എരിവുണ്ടെങ്കിലും നമുക്കൊരു തുണ്ട് മുളക് പൊടി ഇടാം. അപ്പോൾ അതേ നമ്മൾ ഇതിൽ കാച്ചി ഒഴിച്ചു. ഇങ്ങനെ ഇങ്ങനെ വെച്ചു. നമുക്കിതിനെ മൂടി വയ്ക്കാം. അപ്പോൾ തക്കാളി വെണ്ടക്കായ മീൻ കറി പോലെ വെച്ച് റെഡി. എല്ലാവരും വയ്ക്കുക, കഴിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.